എന്താ അപ്പച്ച? മോളി എന്നെ തിരിച്ചു വിളിക്കുന്നു. ആ ജോണിക്കുട്ടി. എന്റെ ദൈവമേ, ഞാൻ ജോണിക്കുട്ടി അല്ല. ഇങ്ങോട്ട് വന്നേ. അപ്പച്ച, ഞാൻ അപ്പച്ചന്റെ മൂത്ത മകൻ വിൽസൺ. വില്ലി, അത് നീയാണ്? ഇല്ലി, അത് ഞാനാണ്. ഈ ജോണിക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തി അപ്പച്ചന്റെ ഇളയ മോളുടെ ഭർത്താവ്, അതായത് എന്റെ അളിയൻ. ഇന്ന് മുതൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇത് മാറിക്കേ. കേക്കണ്ട കേക്കുണ്ടാ ക്രിസ്മസ് ആയിട്ട് ഇപ്പൊ എടുത്തിട്ട് കാളെ പറ്റുന്ന അറിയുമ്പോ കയറെടുക്കാനായിട്ട് ഓടേണ. എന്റെ ദൈവമേ, എല്ലാത്തിന്റെയും കിളി പോയി കിടക്കേണ്ട. ഒരു കിളി, ഇരു കിളി, ഒരു മുക്കിളി. ചേട്ടേ, ഈ അപ്പച്ചൻ കാരണം ഞാൻ തോറ്റ്. ഇനി നീ പരീക്ഷക്ക് പഠിക്കാഞ്ഞിട്ടല്ലേ നീ തോറ്റത്? അപ്പച്ചന്റെ തലയിലും ഒക്കെയാണ്. പ്ലസ് ടു തോറ്റ കാര്യമാണോ ഞാൻ പറഞ്ഞത്? അപ്പച്ചന് കക്കൂസി പോണോന്ന് പറഞ്ഞ് എന്നെ കൂട്ടു വിളിച്ച് ഞാൻ അപ്പച്ചനെ കൊണ്ട് കക്കൂസി ചെന്നപ്പോഴേ എന്നെ അതിന്റെ അകത്തേക്ക് തള്ളിയിട്ടിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞേ, എടി കൊച്ചേ വേഗം ഇറങ്ങി, ഇല്ലെങ്കിൽ ഞാൻ ഈ പുറത്തിരിക്കോട്ടാന്ന്. ഇരിക്കും. കാരണം നമ്മുടെ അപ്പച്ചന്റെ സ്വഭാവം നിനക്ക് അറിയാല്ല. അപ്പച്ചൻ എവിടെ ചിന്തിക്കുന്നുവോ അവിടെയാണ് ശൗചാലയം. ബൾബ് കത്തുന്നില്ല. തലയിലത്തെ അല്ലേ? അല്ല, കക്കൂസിലെ. അത് കത്തിച്ചളയാ. ഒന്ന് പോണം. ഞാനൊന്ന് പോയതാ. എനിക്കൊന്ന് പോണം. അതിന് എന്റെ എന്തെങ്കിലും വേണോ? വേണ്ട. എന്നാ പോ. അല്ലേ പിന്നെ വരുന്നോ? എന്റെ പൊന്നപ്പച്ച, ഞാനില്ല. വിളിക്കണ വിളി കേട്ടാത്തൊന്നും പൂരം കാണാൻ പോവാന്ന്. ചേട്ട്, ഈ അപ്പച്ചനെ ആശുപത്രി വല്ലതും കാണിച്ചാ ശരിയാവൂലേ? ഈ ഡോക്ടറെ കാണിച്ചതല്ലേ? എന്നിട്ട് ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? നമ്മൾ തമ്മിലുള്ള വസ്തുതർക്കം, ബെന്നിയായിട്ടുള്ള അതിർത്തി തർക്കം, വഴിക്കട പോണ പെണ്ണുങ്ങളുടെ അപവാദങ്ങള്, ഇതെല്ലാം ഡോക്ടറോട് പറഞ്ഞു. അപ്പച്ചൻ ഇത് എന്തും ഭാവിച്ചാണ്. അവിടെ അല്ലടാ ലൈറ്റും ബഹളവും പാട്ടും കൂത്തും. അല്ല കല്യാണമാണോ? വിളിച്ചോ നമ്മളെ? പോണ്ടേ? ഉടുക്കാം, വാ പോവാ. എന്റെ അപ്പച്ച കല്യാണമാണെന്നും പറഞ്ഞ് നക്കിത്തിരാൻ അങ്ങോട്ട് ചെല്ലല്ലേ. ഇന്ന് ക്രിസ്തുമസ് അല്ലേ? അതിന്റെ ആഘോഷങ്ങളാ. ഇന്ന് ക്രിസ്മസാ? പിന്നെ ഇന്ന് ക്രിസ്തുമസ്. അപ്പൊ ഇന്നലെയോ? ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ എന്തായിരുന്നു? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ള. ഇന്നലെ എന്തായിരുന്നു? വെളിവും വെള്ളിയാഴ്ചയില്ലാതെ കേറി വന്നിട്ട് അന്നമ്മ വേറെ തുണി വേറെ എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ കിടന്നേ? ആരാണ് പറഞ്ഞത്? നീ കിടക്കണ്ടോടത്ത് നീ കിടന്നില്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് അന്നമ്മ കയറി കിടക്കും. എന്തുവാ? ഒന്ന് നിർത്തിക്കേ ചേട്ടേ. നമ്മുടെ അപ്പച്ചനെ ഈ അവസ്ഥയിലാക്കിയ ആ ബെന്നിക്കിട്ടൊന്ന് കൊടുക്കണ്ടേ? കൊടുക്കണ്ടേന്നാ നീ വന്നേ. ഞാൻ മറന്നുപോയി വിചാരിച്ചിരിക്കായിരുന്ന. എടി, നമ്മുടെ അപ്പച്ചനെ ഇത് ചെയ്തവനുണ്ടല്ല, ഞാനിന്ന് പ്രതികാരം ചെയ്യും. അറിയാമോ നിനക്ക്? പിന്നല്ലാതെ. നീ പോയിട്ട് 4 കുപ്പി എടുത്തുണ്ടോ വന്നേ. അപ്പൊ സമയം കാത്തിരിക്കും നിങ്ങൾ വെള്ളം അടിക്കാനല്ലേ? നീ വെള്ളം അടിക്കാനല്ല, നീ പോയിട്ട് 4 കാലിക്കുപ്പി എടുത്തുണ്ടോ. ബാക്കി തീപ്പെട്ടി, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സമ്മതിച്ചേട്ടാ. പ്രതികാരം വീട്ടാൻ വേണ്ടി ക്രിസ്മസ് വരെ നോക്കിയിരുന്നു. പിന്നല്ലാണ്ട്.